ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏറെ പ്രത്യേകമായി നമ്മളിന്ന് ധ്യാനിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. മലയിലെ പ്രസംഗത്തിൽ യേശു പറയുന്ന ഈ ഭാഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു തന്നിട്ടുള്ള ഉപദേശങ്ങളിൽ വെച്ച് പ്രാവർത്തികമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുക എന്ന് പറയുക. പിതാവായ ദൈവത്തെക്കുറിച്ച് മലയിലെ പ്രസംഗത്തിൽ യേശു നൽകുന്ന വളരെ മനോഹരമായ വിവരണം എന്ന് പറയുന്നത്, ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ അവിടുന്ന് സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ അവിടുന്ന് മഴ പെയ്യിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അതിൻ്റെ അർത്ഥം, പിതാവായ ദൈവത്തിന് മുന്നിൽ വേർതിരിവുകളില്ല. അവിടുന്ന് പക്ഷാപാതമോ വിവേചനമോ ആരിലും കാണിക്കുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഗുണമെന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക? നമ്മൾ ശത്രുവായി കാണുന്നവർ ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ ഹീനപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കാം, സമൂഹത്താൽ അംഗീകരിക്കപ്പെടാതെ ജീവിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുക? നമ്മെ വേദനിപ്പിക്കുന്നവരാണ്, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കുറവുകളിലേക്ക് നമ്മുടെ ജീവിതത്തെ തള്ളിയിടുന്നവരാണ്. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കി മാറ്റേണ്ടത്. കുരിശുമരണം വരിച്ചപ്പോഴും കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു പ്രാർത്ഥിച്ചത് പ്രകാരമാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും നല്ല സുഹൃതം എന്ന് പറയുക. ഈ ഒരു സുഹൃതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായി എന്താണ് സ്നേഹമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഗുണഗണങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് അവരോട് തോന്നുന്ന ഇഷ്ടമാണോ, അതോ മറ്റുള്ളവരോട് നമുക്ക് തോന്നുന്ന സൗഹൃദമാണോ സ്നേഹമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം. സ്നേഹവും സൗഹൃദവും ഇഷ്ടവും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ട്. സ്വയം ശൂന്യനായിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ നന്മയുടെ ഒരു കണികയായി മാറുക, അല്ലെങ്കിൽ നന്മയുടെ ഒരു വെളിച്ചമായി മാറുവാനായിട്ട് സാധിക്കുന്നതാണ് സ്നേഹമെന്ന് പറയുക. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തഫാനോസിന്റെ ജീവിതത്തിൽ കാണുന്നതും ഇതുതന്നെയാണ്. തന്നെ വധിക്കുവാനായി കൂട്ടം കൂടിയവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു, അവരോട് ക്ഷമിച്ചു. അപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു ദർശനം വിശുദ്ധ എസ്തഫാനോസിന് ഉണ്ടായി എന്നാണ് പറയുക. നോമ്പിൻ്റെ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒത്തിരിയേറെ പരിത്യാഗ പ്രവർത്തികളിലൂടെയും ത്യാഗങ്ങളിലൂടെയും പരിവർത്തനം നടത്തുമ്പോൾ നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉൾച്ചേർക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുക ക്ഷമിച്ച് സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നോമ്പ് നോക്കും, ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കും. അപ്പോഴൊക്കെ നല്ലവനായ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ, നമ്മുടെ ജീവിതത്തെ നന്മ നിറഞ്ഞതാക്കി മാറ്റുവാനായിട്ട്, ക്ഷമിച്ച് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.